ബാലരാമപുരം തലയിൽ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിന് തന്നെ മാതൃകയാവുകയാണ്. കാരുണ്യ പ്രവർത്തനത്തിനും ചാരിറ്റിക്കും മുൻതൂക്കം നൽകിയാണ് ഇവിടെ ഉത്സവം നടത്തിവരുന്നത്. ഉത്സവത്തിലെ അന്നദാന സദ്യ വിതരണത്തിനുമുണ്ട് ഒരു പ്രത്യേകത. പ്രദേശത്തെ കിടപ്പുരോഗികൾക്കും അശരണരായിട്ടുള്ളവർക്കും സദ്യ വിതരണം നൽകിയ ശേഷമാണ് ക്ഷേത്രത്തിലെ സദ്യ ആരംഭിക്കുന്നത്. ഒട്ടനവധി മാതൃകാ പ്രവർത്തനമാണ് ഓരോ ഉത്സവകാലത്തും ഈ ക്ഷേത്ര ഭാരവാഹികൾ നടത്തി വരുന്നത്. ബാലരാമപുരം തലയിൽ മേജർ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐതിഹ്യമനുസരിച്ച് ത്രേതായുഗത്തിൽ ശ്രീ ഭരദ്വാജമുനി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചതും, അതായത് ഭരദ്വാജമുനിയുടെ ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ആ ക്ഷേത്രത്തിന്റെ നാമധേയം തന്നെ ഭരദ്വാജ ഋഷി ഈശ്വരൻ, ഭരദ്വാജ ഋഷിയുടെ ഈശ്വരൻ എന്ന സങ്കല്പത്തിലാണ്. പൗരാണിക കാലത്ത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ നാമധേയം ഈ രൂപത്തിലായിരുന്നു. വാത്മീകിയുടെ ശിഷ്യനായ ഭരദ്വാജമുനി അദ്ദേഹത്തിന്റെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചു പൂജിച്ചു എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിന് ഈ നാമധേയം ഇന്ന് രൂപപ്പെട്ടിട്ടുള്ളത്. പിന്നെ കാലാന്തരത്തിൽ ഈ ക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്ന പ്രദേശത്ത് രാത്രികാലങ്ങളിൽ ഈ കണ്ടമണിയടിയുടെ നാദം കേൾക്കുകയുണ്ടായിരുന്നു എന്നും, അത് സമീപവാസികളായ ആളുകൾ അന്ന് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് രാത്രികാലങ്ങളിൽ ഈ മണിനാദം കേൾക്കുന്നെന്നും, അങ്ങനെ തിരുവിതാംകൂർ രാജകുടുംബവുമായി ഈ പ്രദേശത്തിന്റെ ചുമതലയുള്ള രാജകുടുംബവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർ നടത്തിയ ഒരു ദൈവപ്രശ്ന ചിന്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്നും, തുടർന്ന് തിരുവിതാംകൂർ രാജവംശം തന്നെ നേതൃത്വം കൊടുത്ത് ഈ പ്രദേശം ക്ഷേത്രത്തിന് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തി ഈ ക്ഷേത്രം ആ ക്ഷേത്ര രൂപീകരണത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പണികൾക്കിടയിൽ ഇവിടെ പ്രതിഷ്ഠിക്കുന്ന ശിവലിംഗത്തെ അവിടെ നിന്ന് കിട്ടിയെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അത് ശിവപാർവതി, അതായത് പാർവതി സമേതനായിരിക്കുന്ന ശ്രീ മഹാദേവനാണ് ഭരദ്വാജ ഋഷിയുടെ ഈശ്വരനായിട്ട് ഇവിടെ കുടികൊള്ളുന്നു എന്നതാണ് സങ്കല്പം. ഇതര മതവിഭാഗങ്ങളിലെ രോഗികളെ കണ്ടെത്തി സാമ്പത്തിക സഹായം നൽകിയാണ് ഉത്സവത്തിൻ്റെ തുടക്കവും. ക്ഷേത്രത്തിൻ്റെ ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ ഒരു നാടിൻ്റെ ഐക്യവും സാഹോദര്യവും കൂട്ടിയിണക്കുന്ന തരത്തിലാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉത്സവാഘോഷ പരിപാടി തുടർച്ചയൊന്നാണ് ഈ പ്രദേശത്ത് ചികിത്സ, അതായത് കിടപ്പ് രോഗികളായിട്ടുള്ള ഭക്തരെ, അതിന് മത സാമുദായിക വർണ്ണങ്ങൾക്ക് അതീതമായി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ഈ ഉത്സവാഘോഷ പരിപാടി ഗംഭീരമായി നടക്കുമ്പോഴും ആ ഭക്തജനങ്ങളിൽ നിന്ന് സമാഹരിച്ച പണത്തിന്റെ ഒരു വിഹിതം ഈ പ്രദേശത്തെ ചികിത്സ, അതായത് കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് പതിവാണ്. അത് പൊതുവേദിയിൽ വെച്ചോ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചുള്ള ഇത്തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ നൽകുന്നത് നമ്മൾ ആരും അറിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ ബന്ധപ്പെട്ട ആളിന്റെ വീട്ടിൽ ചെന്ന് അവരെ മാത്രം ഉൾപ്പെടുത്തുന്നവരെ കൈമാറുന്ന ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെ മാനവ സേവയാണ് മാധവ സേവ. ആ തത്വമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ മുഖമുദ്ര. അത് മുൻനിർത്തിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങൾ, നാട് ഒന്നാകെ തന്നെ ഈ ക്ഷേത്ര കമ്മിറ്റിയോടൊപ്പം സഹകരിക്കുന്നുണ്ട്. അതിന് ഏതൊരു തരത്തിലുള്ള വിവേചനം ഒരു ഭാഗത്തു നിന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു സർക്കാർ അമ്പലം എന്ന നിലയിൽ ഈ പ്രദേശത്തിന്റെ മതത്തിനും ജാതിക്കും വർണ്ണത്തിനും അതീതമായ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി വളരെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മഹോത്സവം എന്ന നിലയിലാണ് നമ്മുടെ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു പോരുന്നത്. സ്വർണ്ണ കൊടിമരത്താലുള്ള ക്ഷേത്ര സമുച്ചയമുള്ള ഒരു മഹാക്ഷേത്രമാണ് തലയിൽ ബാലരാമപുരം മേജർ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രം എന്നതിൽ ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങൾ അതിന് അഭിമാനമുണ്ട്. ഈ നാട്ടുകാരുടെ ഒത്തൊരുമയുടെ, കൂട്ടായ്മയുടെ, അല്ലെങ്കിൽ മറ്റ് ചിന്തകൾക്കതീത രാഷ്ട്രീയത്തിനും മതത്തിനും അല്ലെങ്കിൽ ജാതിക്കും അതീതമായിട്ടുള്ള കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഈ മഹോത്സവത്തിന്റെ വിജയത്തിന് പിന്നിലുള്ളതെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.